അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ചരിത്രപ്രസിദ്ധമായ മലപ്പുറം കിസ്സയാണ് നാം പാടിപ്പറഞ്ഞിരുന്നത്. മലപ്പുറം കിസ്സയുടെ 14-ാം എപ്പിസോഡ് ഇന്നലെ നാം പറഞ്ഞു. 15-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എവിടെയാണ് നമ്മൾ കഥ വെച്ചത് എന്ന് ചോദിച്ചാൽ, പള്ളി കത്തിക്കാൻ വേണ്ടി പാറനമ്പിയുടെ സൈന്യം പള്ളി വളഞ്ഞിരിക്കുന്നു. അവരോട് യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനമെടുത്തുകൊണ്ട് അതാ എല്ലാവരും വസിയത്തൊക്കെ പറഞ്ഞ് പള്ളിയിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നു. തമ്പടിച്ചു എന്ന് മാത്രമല്ല, അവരെ പരസ്പരം തമ്മിൽ പറയാൻ തുടങ്ങി, ഇനി എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ എന്താണ് ചെയ്യുക. ആ സമയത്ത് കുട്ടികളെയും സ്ത്രീകളെയുമൊക്കെ അവർ ഇറക്കി വിടുകയാണ്, പള്ളിയിൽ നിന്നും ഇറക്കി വിടുകയാണ്. ഇറക്കി വിട്ടു എന്ന് മാത്രമല്ല, നിങ്ങൾ എവിടേക്കാണെങ്കിൽ പൊയ്ക്കോളി, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി നിങ്ങൾ എവിടേക്കാണെങ്കിൽ പോകുക. അലക്ഷ്യമായ യാത്രയുമായി അവർ പോകാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് പള്ളിയിലുള്ള ആളുകൾ നമുക്ക് ഒന്നുകൂടി നമ്പിയോട് ഒന്ന് അപേക്ഷിച്ച് നോക്കാം. എന്തായാലും ഒന്നുങ്ങൾ തൊട്ടാൽ മൂന്നുങ്ങളോളം എന്നാണല്ലോ പറയൽ. അപ്പോൾ 2 പ്രാവശ്യം നമ്പിയോട് പറഞ്ഞു, അതിനൊന്നും നമ്പി വഴങ്ങിയില്ല. എന്നാൽ 3-മതൊരു വട്ടം കൂടി ലാസ്റ്റ് കയ്യിന് പള്ളിയെങ്കിലും കത്തിക്കാതെ തന്നാൽ നല്ലതായിരിക്കും എന്നുള്ള നിലയ്ക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കുക എന്ന് അവരിൽ ചില പ്രമുഖർ പറയുകയാണ്. ആ സമയം തരമൊരു വട്ടം ഏനും കൂടി പറയുകമിഷ്ടം കോതി പള്ളി തന്നെയണലി തേടാദോശയിൽ കൊടു തേടമിനദിനതാണേ അതിനവർ വിടുകിൽ സഫയത് വെപ്പിലെ നമതിലെ കിടപെടുൽ അത് ഹൈറാണേ. നമ്മൾ എന്ത് സമ്പത്ത് വേണമെങ്കിലും അവർക്ക് നാം കൊടുക്കാം. ഈ പള്ളി നമ്മളുടെ ഇഷ്ടകേന്ദ്രമായ, നമ്മളുടെ അല്ലാഹുവിനെ ആരാധിക്കുന്ന ഭവനമായി പള്ളിയെങ്കിലും അവർ വിട്ടുതരികയാണെങ്കിൽ നമുക്ക് യുദ്ധം ഇവിടെ സ്റ്റോപ്പാക്കാം. പക്ഷേ അവസാനം എന്താണ് ചെയ്തത്? തരിവാതുമ്മിപ്പോൾ വീശൈമൂളി തെരുവിലിറങ്ങി പോറുപീരെ ദിശൈ നഗരത്തിൽ മുതൽ പല നഷ്ടവും കരുതരുവാനേ ഉമ്മിലൊരു കുറവും തിരുവർ എടുത്തിടകളി കരീത്തുടൻ റജിടുവാനേ. ഈ സമയത്തും പാറനമ്പി വഴങ്ങുന്നില്ല. നിങ്ങൾ കണ്ടത് കൂട്ടുക എന്ന് പറഞ്ഞുകൊണ്ടതാ അവർ ശക്തമായ യുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചക്കും അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ സമയം അവർ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പുറത്ത് ചാടിക്കാൻ, പള്ളിയുടെ പുറത്തുനിന്നും പുറത്ത് ചാടിക്കാൻ വേണ്ടി അസഭ്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പക്ഷേ മംഗലത്തോപ്പിൽ മായി യൂസുഫ് മുസ്ലിയാരും അസം പോക്കലും പറഞ്ഞു, അതൊന്നും അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മെ പുറത്ത് ചാടിക്കാനുള്ള ഐഡിയകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അസഭ്യങ്ങളൊന്നും നാം കാര്യമാക്കേണ്ടതില്ല. നമ്മെ പള്ളി വളഞ്ഞുകൊണ്ട് നേരിട്ട് കത്തിക്കാൻ വരുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ യഥാ പള്ളിയിലുണ്ടായിരുന്ന അവശേഷിച്ച കുറച്ച് സ്ത്രീകളെയും ഇറങ്ങി നടകൊണ്ടവർ ദൂരം പാരം. എല്ലാ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ അത് ലക്ഷ്യമായി മലപ്പുറം പള്ളിയുടെ വാതിലിലൂടെ നട്ടപ്പാതിര സമയം ഇറക്കി വിടുകയാണ്. പൊയ്ക്കോളിയും, എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അവരെ ഇറക്കി വിട്ടു എന്ന് മാത്രമല്ല, ഇതെല്ലാം ശത്രുക്കൾ പുറം ഭാഗത്ത് നിന്ന് വീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പണിവാൻ വസിയത്തും മൊളിന്തുറപ്പിൽ പള്ളിക്കാകം പാർപ്പും ഭുജിപ്പും നീപ്പിൽ ചുണയാൽ കാവ ഫിർപാത്തുറച്ച് പാറാൽ ജോനോർ ഭാര്യം പോക്ക് ഉരത്ത് മാറാൽ.
സ്ത്രീകളെയും ബാക്കി അവശേഷിച്ചിരുന്ന കുട്ടികളെയൊക്കെ മുസ്ലിങ്ങൾ ഇറക്കി വിടുന്ന രംഗമൊക്കെ ഇവർ കാണുകയാണ്. ആ സമയത്ത് ഇവർ പിന്നെ ലാസ്റ്റ് ചെയ്തൊരു പണിയുണ്ട്. എന്താണത്? അത് മറ്റൊന്നുമായിരുന്നില്ല, മലപ്പുറം ഹൗദിലേക്ക് ഒളു ചെയ്യാൻ വേണ്ടി കുന്നിൻ്റെ മുകളിൽ നിന്നും അഥവാ പാത്തി വച്ചിരുന്നു വെള്ളം, ശുദ്ധമായ ജലം ഹൗദിലേക്ക് വന്ന് ചാടിയിരുന്നു. ആ വെള്ളത്തിൻ്റെ പാത്തിയിലൂടെ ചാണകമൊക്കെ കലക്കി വിടുകയാണ്. അങ്ങനെ കുടിനീര് പോലും അശുദ്ധമായ ആകെ പ്രശ്നത്തിലായി മുസ്ലിങ്ങൾ. ഈ വെള്ളം കൊണ്ടായിരുന്നു ഇത്രയും കാലം അവർ പള്ളിയുടെ ഉള്ളിൽ ജീവിച്ചിരുന്നത്. അങ്ങനെ ബിണ്ണികൾ അതുക്കില്ലെടുത്ത് ബിള്ളി വെള്ളം വരും മീസാനെടുത്ത് തള്ളി തള്ളി ചതുർഭാഗം വളർന്ന് ചുറ്റി തരമേ വശയില്ല പരക്കെ മുട്ടി. ആകെ ഇടങ്ങാറായി മുസ്ലിങ്ങൾ. കാരണം ആദ്യം ആ പാത്തിയിലൂടെ ചാണകം കലക്കി വിട്ട് വെള്ളം അശുദ്ധമാക്കി മലിനമാക്കി. പിന്നെ പാത്തി തന്നെ ഉന്തി മറിച്ചിട്ടു, പാത്തി തള്ളി മറിച്ചിട്ടു, പിന്നെ വെള്ളം തന്നെ ചെല്ലിവിടുക. അങ്ങനെ ഈ സമയത്ത് വെള്ളം കൊണ്ടായിരുന്നതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ ജീവിച്ചിരുന്നത്. ഭക്ഷണമില്ലല്ലോ, വെള്ളം കുടിച്ചിട്ടായിരുന്നു. ശുദ്ധമായ ഹൗദിലേക്ക് ഒഴുകി വരുന്ന വെള്ളം കുടിച്ചിട്ടായിരുന്നു അതിൻ്റെ ഉള്ളിലിരുന്ന കുട്ടികൾക്ക് മുലയെടുക്കുന്ന തള്ളാരും പുരുഷന്മാരൊക്കെ ജീവിച്ചിരുന്നത്. പിന്നെ ആ സമയത്ത് ആകെ പ്രശ്നമായി. വെള്ളം കൂടി കിട്ടാതെ വന്നാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ആ സമയത്ത് തുള്ളിക്കരയും നറ് മലർ പിള്ളകൾ ദുഃഖ കനി നീറുട്ടിടും തള്ളാകൾ കള്ളിക്കടങ്ങാതെ ബശിപ്പാടക്കൈ കനിതേൻ മടവാരും മുഷിത്തിരിക്കൈ. ആ സമയം കുട്ടികൾക്ക് മുല കൊടുക്കുന്ന തള്ളാരി മുലയിൽ പാലൊക്കെ വറ്റി. കാരണം ഈ പച്ചളയെ കുടിച്ചിരുന്നത് അതും ഇല്ലാതായില്ലേ. ആകെ പ്രശ്നമായി എന്ന് മാത്രമല്ല, കരഞ്ഞ് പായൽകൾ കൂറ്റാടച്ച് താറി കായം ഓമയാട്ടം മനക്കം മാറി. കുട്ടികളൊക്കെ ആകെ ഇടങ്ങാറായി. പാലുതൊന്നും കിട്ടാത്ത കുട്ടികൾ, അതേപോലെ തന്നെ വെള്ളം കുടിച്ചാൽ കിട്ടാത്ത കുട്ടികളൊക്കെ അങ്ങോട്ട് തലങ്ങും ബലങ്ങൊക്കെ വീഴാൻ തുടങ്ങി, ബോധം കെട്ട് വെക്കാൻ തുടങ്ങി. അങ്ങനെ ആകെ പ്രശ്നത്തിലായി എന്ന് മാത്രമല്ല, ഈ സമയം ഇനി യാതൊരു രക്ഷയുമില്ല, നാളെ യുദ്ധം ചെയ്യുക തന്നെ. അങ്ങനെ നട്ടപ്പാതിരാ സമയം അവരെ എല്ലാവരെയും ബാക്കിയുണ്ടായിരുന്ന അവശേഷിച്ചുണ്ടായിരുന്ന കുട്ടികളെയും മക്കളെയൊക്കെ ഇറക്കി വിടുകയാണ്. ഇറങ്ങി നടക്കൊണ്ടവർ ദൂരം ഇടർച്ചാത്തടിക്കേത്തിനെ ഭാരം തുറയും പശിതിക്കറിവില്ല ദുവിധം സുബോധവുമില്ല പുരതിക്കകമേ പല പാടും പോയി വീട്ടവർ വീടോട് നാടും. അങ്ങനെ എല്ലാവരെയും അതാ നട്ടപ്പാതിര സമയം ഇറക്കി വിട്ടു എന്ന് മാത്രമല്ല, ഇനി അവർ യുദ്ധത്തിനൊരുങ്ങുകയാണ്. യുദ്ധത്തിനൊരുങ്ങുന്ന രംഗം മഹാകവി മൊയ്കുട്ടി വൈദ്യർ വിവരിക്കുകയാണ്. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. എന്താണ് ചെയ്യുന്നത്? ഇൻഷാ അല്ലാഹ് അതാണ് അടുത്ത ഇശലിലൂടെ വിവരിക്കുന്നത്. അങ്ങനെ ഇരന്തവർ അടങ്കലും അമ്മയ്ത്തുള്ള റഹ്മാനെ ഇരപ്പൊറുകൾ കൊതി വീട്ടി കൊടുക്കുന്നോനെ എല്ലായിടത്തിലും നിറൈந்து വാൾ കരീമായോനേ. അങ്ങനെ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ ഞങ്ങളുടെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഹൗദിലെ വെള്ളം കുടിച്ചായിരുന്നു ഇത്രയും കാലം ജീവിച്ചത്. 3 ദിവസത്തോളമായി ഞങ്ങൾ ഇവിടെ വെള്ളം കുടിച്ചായിരുന്നു ജീവിച്ചിരുന്നത്, ഭക്ഷണമില്ലാതെ. ഇപ്പോൾ അതും ശത്രുക്കൾ തട്ടിയുടച്ചിരിക്കുന്നു. അത് കാരണത്താൽ ഇനി നിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നട്ടപ്പാതിരാ സമയം അതാ പാറനമ്പിയുടെ സൈന്യം കൊട്ടാരത്തിന് ചുറ്റും നിൽക്കുകയാണ്. അവർ പള്ളി കത്തിക്കാൻ വേണ്ടി വന്നവരാണ്. ആ സമയത്ത് ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ പള്ളിയുടെ ഒരു ഓലയെടുത്ത് കത്തിക്കാം, എന്നിട്ട് ഞങ്ങൾ ആശ്വാസത്തോടെ തിരിച്ചു പോകാൻ, ഞങ്ങൾ പള്ളി കത്തിക്കാൻ വേണ്ടി വന്നവരല്ലേ. മുസ്ലിങ്ങൾ പറഞ്ഞു, ഇല്ല, പള്ളിയുടെ ഒരു ഓല പോലും നിങ്ങളെ കത്തിക്കാൻ അയക്കുകയില്ല. അത് കത്തിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത്? ഞങ്ങൾ റബ്ബിനോട് എന്താണ് മറുപടി പറയുക? അങ്ങനെ ഏതായാലും നട്ടപ്പാതിരാക്ക് കാരണന്മാർ ചെറുപ്പക്കാരായ യുവാക്കളെ 11 യുവാക്കളെ അതാ ഒരുക്കി റെഡിയാക്കുകയാണ്.
നട്ടപ്പാതിരാസമയം യുദ്ധം ആരംഭിക്കാൻ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവർ ഒരുക്കുന്നത് എന്ന് കവി പറയുന്നു. ആട്ടമതാടിടും പിള്ളടുപൊൻ തുടർ കത്തിയും ചങ്ങലയും വീരൽ പൂണ്ട മോതിരവും ഊരത്താരണം മുതലാൽ വാടിച്ചീലയും മടവേ നാട്ടമേ ഫീസബിൽ കുട്ടികൾ മാറിലെ കുങ്കുമമമ്പറുമേ ആകിലോടെ ചന്ദനമും നരൈ പൂരമിസ്കതുമേ പാനി നീർകൾ പൂശിടവേ തേട്ടസുഖം കളർഗം കമൾ പൊന്നുകം അലങ്കൃത ഭംഗികളായി പാട ആയുധത്തരമാൽ തെളി ബാളും കൈപ്പടമേ പലിശാമുറ മുറുക്കിടലായി മുറുക്കി ചൊരുക്കില്ലേ കട്ടാരം പട്ട് കൊടുത്തിലകിത്തകളും ശംസാട ചെമ്പകമേൽ മുനകുന്ത മൊന്തകമും ചക്കുകളങ്ങൾ വെമ്പശുമേ ചങ്കുളകൾ വെമ്പശുമേ. അങ്ങനെ കുട്ടികളെ ഒരുക്കുകയാണ്. അതായത് യുവാക്കളായ ചെറുപ്പക്കാരെ 11ഓളം വരുന്ന ആളുകളെ, വയസ്സന്മാരായ ആളുകൾ ആദ്യം പാറനമ്പിയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടി അവരെ നല്ല ഉടയാടകൾ കണിയിച്ച് വസ്ത്രം ധരിച്ച് അത്തറൊക്കെ തേച്ച് റെഡിയാക്കിയുള്ള ആയുധങ്ങളൊക്കെ കൈവശം കൊടുത്ത് എല്ലാവരും ഇന്ന സമയത്ത് പുറത്തേക്ക് ചാടി അവരോട് യുദ്ധം ചെയ്യണമെന്നുള്ള ആ രംഗങ്ങളൊക്കെ ചെറുപ്പക്കാരായ യുവാക്കൾക്ക് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതാ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്ന് മാത്രമല്ല, എന്താണ് ദുആ ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നു. കരോമോകിൽ കുഫിർ ചുറ്റി ജലംബയും മുടക്കിയെ കടുപ്പത്താൽ തടിക്കെത്തി തളർച്ചാക്കോനെ ബദനിൽ കവായത്തും ഉറപ്പേറ്റം തരണം കോനേ. ഞങ്ങൾക്കുണ്ടായിരുന്ന ഏകാശ്രയമായിരുന്ന ആ ഹൗദ്, മലപ്പുറത്തെ ഹൗദ്, അവർ വെള്ളം മുടക്കിയിരിക്കുന്നു. ഇനി ഞങ്ങളുടെ തടിയിൽ ശത്രുക്കളുമായി എതിർക്കുമ്പോൾ ഞങ്ങളുടെ പാദത്തിന് അടിയുറപ്പരുളേണേ, ശക്തി തരണേ, കൂവത്ത് തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാ മലപ്പുറത്ത് ശുഹദാക്കളാകാൻ പോകുന്ന ആ മലപ്പുറം പള്ളിയുടെ ഉള്ളിലുള്ള യുവാക്കൾ ദുആ ചെയ്യുകയാണ്. പുരി ബാൾവ് കൊതിത്തല്ല മസ്ജിദൈ കരിക്കുന്നേ പൊഷിയേരിൽ പൊരുതങ്ങൾ ഷഹീദാവാനേ നിന്റെ പുകൾ പേറ്റ വഹാബൽക തരുൾ മന്നാനേ. ഞങ്ങൾ നിൻ്റെ മാർഗത്തിൽ ഇതാ ഇറങ്ങിത്തിരിക്കുന്നു ഷഹീദാകാൻ വേണ്ടി. ഞങ്ങൾക്ക് നിൻ്റെ കാവലല്ലാതെ മറ്റൊന്നുമില്ല. അസ്ഹാബുൽ ബദരീങ്ങളുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇതാ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായി അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിത്തിപ്പോൾ ദുആ ചെയ്താർ ഹിജ്റത്ത് ലർമാദും തിരമ്പേറ്റേ ശഅബാന് ശർതാസിയാം തീയതി ദിനം നല്ല ലൈലത്തുൽ ജുമുഅ തന്നിൽ ഉരത്തം നാൾ നിലാവസ്തം മറിന്തുള്ള സമയത്തിൽ ഉളരി 11 പുലിക്കുട്ടികൾ പോരിനൊരുക്കമായി പടകച്ച ഒടുത്ത് കെട്ടി. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്തതിന് ശേഷം ഹിജ്റ 1184 അതാ ശഅബാൻ മാസം 9-ാം തീയതി അതാ ലൈലത്തുൽ ജുമുഅ രാവിലെ വ്യാഴാഴ്ച അതാ അവർ യുദ്ധത്തിന് വേണ്ടി മണ്ണൂരാസ്ഥാനമായി നിൽക്കുന്ന പാറനമ്പിയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ നട്ടപ്പാതിരാ സമയം അതാ പടക്കളത്തിലേക്ക് അഥവാ പള്ളിയുടെ ചുറ്റും നിൽക്കുന്ന കുഫാറുകളുടെ ഇടയിലേക്ക് അഥവാ പാറനമ്പിയുടെ സൈന്യത്തിനിടയിലേക്ക് ചാടുകയാണ് 11 പുലിക്കുട്ടികൾ. ആരാണ് ആ 11 പുലിക്കുട്ടികളെന്ന് അവരുടെ പേര് വിവരം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യരിലൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം.
ഇരസപ്പോറാരികർ പേറാരി വീരയഹമ്മദിൻ ഇബ്നു സൂഫി കരുത്തരും പീറെ പാറക്കൽ കുട്ടി ഇബ്രാഹിം അവരും തൻ സഹജരാരും സഹജനാം അബൂബക്കർ ഇബ്നു ഹസൻ അവരുടെ സാലാടെ ശൈഖ് ഇബ്നു ഇബ്രാഹിമും ഖാമിസ് അറിസാഹിനി ഇബ്നു മൂസ അവരും പിന്നെ ജിഹതർ സൂഫി ഇബ്നു ഉമർ അലി സുദർ അഹ്മദും ശിഖബംബർ മുഹിയുദ്ദീൻ ഇബ്നു മുഹിയുദ്ദീൻ അവരും തിരിയാ പേരോരുമുണ്ടും ഇവർ എട്ടുമാം പകമേത്തെ കാവാഫിറുകൾ മസ്ജിദിനാണൽ വെപ്പാൻ പതിനും നീരുളു തന്നിൽ പൂറപ്പെടുവാൻ കരുതി പറഞ്ഞേത്തെ ഒരുങ്ങുന്നേ സമയം തന്നിൽ ബഹുത്തന്മാർ അവർ തമ്മിൽ പിടിതൊട്ടി സലാം ചൊല്ലി പിരിന്താവറിറാകണ്ടേ ഭയങ്ങളപ്പോൾ പള്ളി വിടുന്താവർ പതിനുണ്ടും ഇറങ്ങിച്ചണ്ടാർ. അങ്ങനെ 44ഓളം വരുന്ന ആളുകൾ പള്ളിയിലുണ്ടെങ്കിലും ആദ്യം പടക്കളത്തിലേക്ക് ചാടിയത് പാറനമ്പിയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടി വരുന്ന 11 ആളുകളുടെ പേരുകളാണ് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിച്ചത്. ഏതായാലും അതാ നട്ടപ്പാതിരാ സമയം അവർ പുറത്തേക്ക് ചാടി ശക്തമായ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പാറനമ്പിയുടെ സൈന്യം അമ്പരക്കാതിരുന്നില്ല. കാരണം നട്ടപ്പാതിരാ സമയം ഇങ്ങനൊരു യുദ്ധം അവർ പ്രതീക്ഷിച്ചതല്ല. രംഗം ബഹുമാനപ്പെട്ട മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. കഠിനം മടൽ കൊണ്ടു വരികൾ കൊടിയവർ കടന്ത് ഇകലത് ഇടை കൊടുമ നൊടിയിടയിൽ പെടലായി. അങ്ങനെയല്ല പാടുക. കഠിനം മടൽ കൊടുവരികൾ കൊടിയവർകളിടയിൽ കടന്തികല്ലതിടை കൊടുമ നൊടിയിടയിൽ പെടലായി. അടിപിടിയും തടവടവും ചെടുചടനെ ചൊടിയാൽ അളവുളകം മൊടുകടകം ഇടുകും അശരം മുശരൈ കഠിനമില്ലേ ചതുർപുറവും ഇളകി കുഫീറൊരുപോൽ കലകി വരൈ കടലിൽ തിരമറിയും മസലാൽ കൊടിയ നടു ചുമട് കൊടു പുടവി പൊടി കിളരൈ കൊടുകുരമതിരുൾ മുകിലിൽ ഇകലതന പറവാൻ ഇരുൾ കൊടുപുലികൾ കിരതരിശ് മറയാ പടമുമിൻ അവരിൽ ഒരു ഒഴുവിലവേ തരിവിൽ. അങ്ങനെ പാറനമ്പിയുടെ സൈന്യത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ശക്തമായ പട നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂസ സാഹിബ് തൻ്റെ 2 മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, 2 പേരും രണാങ്കളത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ 2 പേരും അതാ 11 ആളുകളുടെ കൂട്ടത്തിൽ 2 പേരും അതാ അങ്ങനെ ശക്തമായി പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളിലെ പരാക്രമികളിൽ പരാക്രമിയായ പോക്കർ അതാ അവിടെ പറന്നു വെട്ടുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മങ്കരത്തോപ്പിൽ മായിൻ യൂസഫ് മുസ്ലിയാർ, അങ്ങനെ മൊഹിയുദ്ദീൻ മാഹിൻ, ഇങ്ങനെ പല ആളുകളും അതാ അവരുടെ രണപാടവം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അങ്ങനെ മലപ്പുറം പള്ളിയിൽ അതാ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ശത്രുക്കളും അതുപോലെ തന്നെ പാറനമ്പിയുടെ സൈന്യങ്ങളും മുസ്ലിം ഭാഗത്തു നിന്നുള്ള 11 ആളുകൾ നാം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ എണ്ണിപ്പറഞ്ഞ ആ 11ഓളം വരുന്ന ആളുകളും അതിശക്തമായ പട അതാ മണ്ണൂർ ആസ്ഥാനത്ത് വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതാ എന്താണ് ഇനി ചെയ്യുക? ശത്രുക്കൾ കൂട്ടം ചേർന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പോക്കരിനെ എങ്ങനെയാണ് നാം വകവരുത്തുക? ആ സമയത്ത് ഒന്നിച്ചു ചേർന്നവരെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് മാത്രമല്ല, പുതിയൊരാവേശവുമായി അവർ ഒത്തുചേർന്ന് പോക്കരിനെ വളഞ്ഞിരിക്കുകയാണ്. പക്ഷേ പിന്നെ നടന്നൊരു ഘോര സമരമായിരുന്നു. പോക്കർ അവരുടെ കൂട്ടത്തിൽ നിന്നും മുങ്ങിയെന്ന് മാത്രമല്ല മറ്റൊരു ഭാഗത്ത് ചെന്ന് നിൽക്കുന്നു. ഇതൊന്നും അവരറിഞ്ഞിട്ടില്ല. വീണ്ടും അവർ പോക്കരിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. എവിടെയാണ് ഹസ്സൻ പോക്കര്? ഹസ്സൻ പോക്കരിനെ വകവരുത്താതെ ഇനി നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ അങ്ങനെ പല ഭാഗത്തും കയ്യുപോയവർ കാലുപോയവർ അങ്ങനെ പല ആളുകളും അതാ പള്ളിത്തൊടുവിൽ അതാ വീസാകലുകൾക്കിടയിൽ അവിടെ പലതും സംഭവിച്ചു. രാത്രി നട്ടപ്പാതിര യുദ്ധം നടക്കുന്ന സമയത്ത് അവർ തട്ടിത്തടഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ
അങ്ങനെ പല സംഭവങ്ങളും അതാ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും രാജാവ് അറിഞ്ഞിട്ടില്ല. പാറനമ്പി ഒരുപാട് സൈന്യങ്ങളെ പറഞ്ഞയച്ചതാണ്. അവിടെ യുദ്ധം മുസ്ലിങ്ങളെ പള്ളി കത്തിച്ച് തകർത്താടി തിരിച്ചു വരുമെന്നുള്ള ആ വിശ്വാസത്തിലാണ് പാറനമ്പി ഇരിക്കുന്നത്. ഈ സമയത്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മഹാകോയി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നത്. ഉള്ളരി മനം ഭയപ്പെട്ടോരായി മുഖം കേട്ടോരായി പള്ളി വീട്ടാകെ വശിത്ത് ജരീഹ് ചകത്തോരെ എടുത്തിട്ടോടി നടം തീട്ടാനേ ഇളക്കി ചില്ലർ പുലി പൽക്കോവ കടി വീട്ടോടും കിലബൈ പോലെ ഈയവർ കൂട്ടത്തിൽ മുന്നോടി ക്ഷണം ചെന്നാനെ പതിമണ്ണൂരിൽ. അങ്ങനെ ഇവരാകെ കയ്യുപോയവർ, കാലുപോയവർ, തല പോയവർ ഒക്കെ ഉണ്ട്. എല്ലാ നിലക്കും ആകെ പ്രശ്നത്തിലായി പാറനമ്പിയുടെ സൈന്യം 11 ആളുകളുടെ സമരവീര്യത്തിൽ പോരാട്ടത്തിൽ അടിപതറിയിരിക്കുകയാണ്. ഈ സമയം നമ്പിയെ ഇതറിയിക്കാതിരുന്നാൽ മോശമാണെന്ന് മനസ്സിലാക്കി ഒരു വിഭാഗം ആളുകൾ കയ്യുപോയവരുടെയും കാലുപോയവർ അങ്ങനെ പലതും നഷ്ടപ്പെട്ടവർ അവരുമായി അതാ നമ്പിയുടെ അടുക്കലേക്ക് ഓടുകയാണ്. അങ്ങനെ വേഗം പാറനമ്പിയുടെ ആസ്ഥാനമായ മണ്ണൂരിൽ അവിടുത്തെ ആ പാറനമ്പിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് അവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഉള്ളരി തിരു മുമ്പിൽ നിണ്ടാനെ ഗുരു കണ്ടാനെ ഉണ്ട് ബിണ്ടാനെ കൂശാതെ ചോരർ കുലത്തോരെ നഗരത്തെയും പള്ളി ചുട്ടോ നീർ. എല്ലാവരും പാറനമ്പിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന രംഗം കണ്ട് ആരും ഒന്നും ഉരിയാടുന്നില്ല, മിണ്ടുന്നില്ല. പാറനമ്പി ചോദിച്ചു, എന്താണ് നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? പറയൂ, മുസ്ലിങ്ങളെ കൊന്നോ? പള്ളി കത്തിച്ചോ? എന്താണ് സംഭവമെന്ന് പാറനമ്പി ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മോളിവീൻ പാട്ട് വാർത്ത എന്താമേ ഉമക്കെന്തോരു ഭയം എന്താമേ മൊയ്യുകൾ കേട്ട് മുറന്തോരായി തിരുമുന്താനെ വിളിന്തുറ്റാനേ ഉറ്റാറമൈ പള്ളി ചുറ്റിയേ ജലം തട്ടിയേ പശിമുട്ടിയേ ഊണും കൂടിയില്ല തീനാളിൽ പഷ്ണി ജോനോരിൽ 11 ഞങ്ങൾ അവരെ ആകും വിധം എല്ലാ നിലക്കും അവരെ കഷ്ടപ്പെടുത്തി. അവർക്ക് 3 ദിവസം പള്ളി വളഞ്ഞത് കാരണം അവർക്ക് ഭക്ഷണത്തിന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. ഭക്ഷണമില്ലാതെ അവിടെ ഞങ്ങൾ തളർത്തി 3 ദിവസം. മാത്രമല്ല മലപ്പുറം ഹൗദിലേക്ക് പോകുന്ന പാത്തിയെല്ലാം അവിടെ വെള്ളം കൂടി അവരെ മുട്ടിച്ചു. അങ്ങനെ ആകെ തളർന്ന് ക്ഷീണിതരാക്കി അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും ഞങ്ങൾ പയറ്റി. പക്ഷേ ആ നട്ട പാതിരാ സമയം 11 ആളുകൾ ജോനഗറിൽ നിന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് ചാടിയെന്ന് മാത്രമല്ല അവർ ശക്തമായി യുദ്ധം ആരംഭിക്കുകയാണ്. യജമാനനോട് പാറനമ്പിയോട് അവർ പറയുകയാണ്, മുറ്റീരുൾ രാവിലെ ബേങ്കാ പോൽ ഇങ്ങിറങ്ങി യുദ്ധം തുടങ്ങി നാറ് മുന്തി സുരൂതി കേട്ട അഭ്യാസ കണലാക്കൻ പോക്കരതൊണ്ടാനേ. അവരുടെ കൂട്ടത്തിൽ നമ്മളുടെ കുലത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന ലാക്കൻ പോക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹസ്സം പോക്കര് അവരുടെ കൂട്ടത്തിൽ നമ്മളുടെ ശത്രുക്കളെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തുകയാണ്. അവനെ ഞങ്ങൾക്കൊന്ന് പിടികൂടാൻ വളരെ പാടുപെടേണ്ടി വന്നു. അവസാനം ഞങ്ങൾ അവനെ വകവരുത്തുകയുണ്ടായി. മാത്രമല്ല കണ്ടവർ ജോന്നവർ ചേലല്ല ചില പേർ ചൊല്ലാൻ അവർക്കുണ്ടെല്ലാം കാങ്കിലും കേൾക്കിലും നാം ജാതി നിർജീവിക്കാരായി വിസർജിക്കുമേ. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല മാപ്പിളമാർ അവർ ശക്തമായ പടയാണ് നടത്തിയത്. നമ്മുടെ പടയാളികളെയെല്ലാം അവർ കൊന്ന് തീർത്തിരിക്കുന്നു. ഇനിയും ആളുകളെ അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ പാറനമ്പിയതാ ഒരൊറ്റ ഇരുത്തമായിരുന്നു. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇത്രയും സൈന്യങ്ങളെ പറഞ്ഞേറ്റ് പള്ളി കത്തിക്കാൻ കഴിഞ്ഞില്ലെന്നോ? അടച്ച് കണ്ണീർ തുടച്ച് മന്നൻ അകമ്പെരുപ്പായി മുഷിത്തിരിക്കൈ പടയിൽ വീണ് ചകപ്പെട്ടൊരേ പയൽകൾ മദർ മടവർകളും അടുത്ത് നിണ്ട് സ്വരൂപം മുമ്പിൽ അലൈന്ത് വീണും നിലവിളിയായി
ഈ പറയുന്ന സൈന്യങ്ങൾ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് പാറനമ്പി ഒന്നും ഉണ്ടാതെ താടക്കും കൈ കൊടുത്തുകൊണ്ട് താടിക്കും കൈയെടുത്ത് കണ്ണങ്ങട് അടച്ചിട്ട് ഒരൊറ്റ ഇരുത്താം. സുബ്ഹാനല്ലാഹ് പറയണോ? ആ സമയത്താണ് പാറനമ്പിയുടെ യുദ്ധത്തിന് പറഞ്ഞയച്ച ആളുകൾ, അതായത് പടയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മാതാപിതാക്കളും കുടുംബക്കാരൊക്കെ വന്നിട്ട് പാറനമ്പിയുടെ മുമ്പിൽ നിന്നിട്ട് ഭയങ്കര കരച്ചിൽ, ഞങ്ങളെ മക്കളെ നിങ്ങൾ കൊലക്ക് കൊടുത്തൂലേ എന്നും പറഞ്ഞിട്ട് പാറനമ്പിയുടെ മുമ്പിൽ നിന്ന് അവരുടെ വേവലാതിയും അങ്ങനെ ഉരത്ത് വേണ്ട പലഞ്ഞല്ലോ നാം ഉദക്കമ്മിനി നാമുക്കാരണ്ടും. തള്ളമാരും അതുപോലെ തന്നെ യുദ്ധത്തിന് പറഞ്ഞയച്ച ആളുകളുടെ കുടുംബക്കാരൊക്കെ വന്നുകൊണ്ട് പാറനമ്പിയെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ മക്കളങ്ങൾ കൊലക്ക് കൊടുത്തൂല്ലേ, ഇനി ഞങ്ങൾക്ക് ആരാണോ എന്ന് പറഞ്ഞുകൊണ്ട് പാറനമ്പിയുടെ മുമ്പിൽ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും അതൊന്നും പാറനമ്പി ശ്രദ്ധിക്കുന്നില്ല. പാറനമ്പി തൻ്റെ താടിക്കും കൈ കൊടുത്തുകൊണ്ട് കണ്ണും അടച്ചൊരൊറ്റ ഇരിപ്പാണ്. ഈ സമയത്താണ് പാറനമ്പി തല ഉയർത്തിയെന്ന് മാത്രമല്ല, എന്താണ് പാറനമ്പി തൻ്റെ സൈന്യങ്ങളോട് പറയുന്നത് എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഇവിടെ വിവരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. ഇരിപ്പിൽ ദൂര ഞെട്ടി ഇവകൾ കേട്ട് എന്തി നേടു വീർപ്പൊണ്ടിളക്കി വിട്ട് കരുത്തിലടങ്കാതെ പതികൾ ഏറാ കടந்து പിടിത്ത് നമ്മടക്കി പോരാ. അങ്ങനെ പൊറുക്കാതെ നീ വേഗം നടപ്പിൻ തുള്ളി പോയി ക്ഷണം ചുറ്റി വളവിൻ പള്ളി. അങ്ങനെ പന്തല്ലൂർ നായർ പടയാളികളടക്കം 2000-ഓളം വരുന്ന സൈന്യങ്ങളെ വീണ്ടും പാറനമ്പി പറഞ്ഞയച്ചു എന്ന് മാത്രമല്ല, പള്ളി കത്തിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ച് അവതാ പള്ളിയുടെ സമീപത്തെത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് അതാ ബാക്കിയുണ്ടായിരുന്ന പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്ന കാരണവന്മാരടക്കം ആകെ 44-ഓളം പുരുഷന്മാരാണ് ഉണ്ടായിരുന്നത്. അവരും അവസാന പടക്കിറങ്ങുകയാണ് എന്ന് മാത്രമല്ല, ശക്തമായ പട നടക്കുകയാണ്. പാറനമ്പിയുടെ അതാ പറഞ്ഞയച്ച പന്തല്ലൂർ നായർ പടയാളികളടക്കം 2000-ഓളം വരുന്ന സൈന്യവുമായി അദാശക്തമായ പട മലപ്പുറം പള്ളിയുടെ ചുറ്റുഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഇവിടെ വിവരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരേ. ഉടനെ കടുകൊടി അവർകൾ കടകിനടി മടകളുടെ പടി കൊടുവേ മുഅ്മിനരും ഉരമിൽ മലർ പൊരിയും പടി തുരുവേ ഇരിപുരവും പാറൈ കുഫറുകൾ ചാതുർ പുറമില്ലും എടുക്കും ചില്ലർ കടക്കും അതിൽ വെടുക്കുവാനടുക്കും ക്ഷണം ഇടുക്കു വെടി ഒതുക്കും വെള്ളത്തെ കരമുറിയവതിൽ നല്ലമള്ള വെള്ളുകൈ ചിലർ വിളി മുഖവിയും തല പൊള്ളിയും. അങ്ങനെ ശക്തമായ പടയോട്ടം അതാ പള്ളിയുടെ ചുറ്റുഭാഗം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 44 ആളുകളും അതാ അവിടെ പിടഞ്ഞു മരിച്ച് വീഴുകയാണ്. 44 ആളുകളും വീണതിന് ശേഷം പാറനമ്പിയുടെ സൈന്യം പള്ളി കത്തിച്ചു എന്ന് മാത്രമല്ല, ആ പള്ളി കത്തിച്ച് അവർ തിരിച്ചുപോയി പാറനമ്പിയുടെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. ഈ സമയം പാറനമ്പിയെയും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തെയും വിട്ടുമാറാത്തൊരു രോഗം അള്ളാഹു റബ്ബുൽ ഇസ്സ അവരിൽ നൽകുകയാണ്. അള്ളാഹുവിൻ്റെ പള്ളി കത്തിച്ച കാരണത്താൽ. അങ്ങനെ അവസാനം കോമരം തുള്ളി പറഞ്ഞു, മുസ്ലിങ്ങളുടെ പള്ളി കത്തിച്ചത് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ വലിയ കുഷ്ഠരോഗവും അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞ് പാറനമ്പിയോട് കോമരം തുള്ളി പറഞ്ഞപ്പോൾ പാറനമ്പി അതിന് പകരമായി അതാ 2 മസ്ജിദുകൾ അവിടെ പണി ചെയ്തു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു രസകരമായ സംഭവം, ഒരു രസകരമായ അത്ഭുതകരമായ രംഗം പാറനമ്പിയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടിക്കൊണ്ട് 44 ഷഹദാക്കളും 44 ആളുകളും അതാ ഷഹീദായി വീണിരിക്കുകയാണ് എന്ന് മാത്രമല്ല, അങ്ങനെ മലപ്പുറം പള്ളിക്ക് വേണ്ടി നടന്ന ആ യുദ്ധം പല ഭാഗത്തും അറിഞ്ഞു എന്ന് മാത്രമല്ല, യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്നും നമ്മുടെ നാടായ ഈ ഭാഗത്തുനിന്ന് വെള്ളുവ നാട്ടിൽ നിന്നും ആളുകൾ അതാ മലപ്പുറത്തേക്ക് കുതിക്കുകയാണ്. കഥയത് മൊഴികൈ വെള്ളുവ നാട്ടിൽ ജമാലാണേ അവരും കലകമേ പൊരുതാൻ കൗമുകളും ബന്ധാടുത്താനേ കുതുകുല പടയും കശക് പിരിന്തോർ വാക്ക് താണേ
അവറുകൾ കുറുബയത് കൊണ്ടകമിലനതും പെരുത്താനേ. അങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ട് മലപ്പുറത്ത് ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ട് എന്ന് കേട്ടറിഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ വള്ളുവ നാട്ടിൽ നിന്ന് അതാ മുസ്ലിങ്ങൾ കടന്നു ചെന്നെങ്കിലും അപ്പോഴേക്കും യുദ്ധം ശാന്തമായിരിക്കുന്നു. ഇനി അവർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്നവരുടെ പിന്നാലെ ഓടിച്ചെന്ന് യുദ്ധം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി നമ്മുടെ 44 ആളുകളെയും അവരതാ ഓരോ ഭാഗത്തു നിന്നും തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ജനാസ മറമാടുകയാണ്. ശുഹദാക്കന്മാരുടെ ജനാസ കബറടക്കുന്ന പണിയിലാണ് ഇവിടെ നിന്ന് അവസാനമായി ചെന്നവർ ഏർപ്പെട്ടത് എന്നാണ് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നു. ഇസ്ലാം മുതിർത്താനേ കരുവർ അടലിലെ ഷഹിദാവാദിൽ കൊതികൊണ്ടാണുന്താനേ. അവർ ഷഹീദാകാനുള്ള ആശ കൊണ്ടാണ് ഇവിടുന്ന് പോയെങ്കിലും അതിനവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും യുദ്ധം അവസാനിച്ചിരിക്കുന്നു. പാറനമ്പി വിചാരിച്ചത് പാറനമ്പിയുടെ സൈന്യങ്ങളും നടത്തിയിരിക്കുന്നത് മുസ്ലിങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങൾ നിറവേറ്റിയിരിക്കുന്നു. മുസ്ലിങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ 44 ആളുകളുടെ മയ്യത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നല്ലാതെ നിങ്ങൾക്ക് പള്ളി കത്തിക്കാൻ കഴിയില്ല എന്നായിരുന്നു. 44 ആളുകളും ഷഹീദായതിന് ശേഷമാണ് പാറനമ്പിയുടെ സൈന്യം പള്ളി കത്തിച്ചത്. ഏതായാലും പള്ളി കത്തിച്ച കാരണത്താൽ നമ്പിക്ക് ശക്തമായ കുഷ്ഠരോഗം വരികയും പാറനമ്പി അതിന് പ്രായശ്ചിത്തമായി വീണ്ടും പള്ളി നിർമ്മിച്ചു കൊടുക്കുകയും എല്ലായ രംഗം ബഹുമാനപ്പെട്ട വിവരിക്കുന്നുണ്ട്. ഏതായാലും ഇവിടുന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ ആളുകൾ എന്താണ് ചെയ്തത് എന്നറിയണ്ടേ. ഗുണമുടെ ശുഹദോർകളുടെ ജനാസകൾ എടുത്തീടൈ പൊലിവിൽ കുവിതല ചെയ്തിട്ടുടലുകൾ ഷറഫും വരുത്തീടൈ തിന്നമേ മലപ്പുറം മസ്ജിദിടത്തിൽ കീളറുത്തീടൈ കുസുമത്തിട പരിമളമുൾ ബർസഹിനകമിൽ മറത്തീടൈ. അങ്ങനെ പല ഭാഗങ്ങളിലായി പള്ളിത്തൊടുവിൽ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറി കിടക്കുന്ന ആ ശുഹദാക്കളുടെ ജനാസ എടുത്തുകൊണ്ട് അവരതാ എല്ലാം തട്ടി മാറ്റി റെഡിയാക്കി കുളിപ്പിക്കാൻ പാടില്ലല്ലോ. ചെറിയ പൊടികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ശരിയാക്കി റെഡിയാക്കിയിട്ട് അവരതാ 44ഓളം വരുന്ന 40ഓളം വരുന്ന ആളുകളെ ഒരു ചെറിയ കെട്ടിനുള്ളിൽ ഇന്നും നമുക്ക് ചെന്ന് പോയി നോക്കിയാൽ കാണാം. ആ ചെറിയ കെട്ടിനുള്ളിൽ മറവ് ചെയ്തു 4 ആളുകളെ അപ്പോൾ തിരഞ്ഞു നോക്കിയിട്ട് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അവരെ പിന്നെ കുറച്ച് ദിവസങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് കറാമത്തിലൂടെ അവർക്ക് ലഭ്യമായത്. അഥവാ അവരെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു കിണറ്റിൽ അകപ്പെട്ടിരിക്കുന്നു. ആ കിണറ്റിൽ കിടന്നത് കാരണം അവർ 4 ആളുകളെ പിന്നെയാണ് മറവ് ചെയ്തത്. അഥവാ കിണറ്റിൽ വെള്ളം അടിഭാഗത്തുണ്ടെങ്കിലും അത്ഭുതകരമായ മുഅ്ജിസത്ത് എന്ന് പറയട്ടെ, അത്ഭുതകരമായ കറാമത്ത് എന്ന് പറയട്ടെ, അവരുടെ കറാമത്ത് കൊണ്ട് അതാ ഒരു സ്ത്രീക്കഥ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആ ജനാസയുടെ ഉടമസ്ഥനായ ആ സ്ത്രീക്ക് സ്വപ്നം കാണിക്കുകയാണ്. സ്വപ്നം കാണിച്ചു എന്ന് മാത്രമല്ല, ഞാനിതാ കിണറ്റിലുണ്ട് എന്ന് രാത്രി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ഉടനെ മലപ്പുറത്തുള്ള ആളുകളൊക്കെ അവിടെ ചെന്ന് കിണറ്റിൽ നോക്കുമ്പോൾ ശരിയാണ്, കിണറ്റിൽ ജനാസയുണ്ട്. ജനാസ പൊങ്ങി വന്നു, കറാമത്തിനാൽ മുകളിലേക്ക് പൊങ്ങി വന്നു വെള്ളവുമായി. അങ്ങനെ ആ ജനാസകളെയൊക്കെ എടുത്ത് 4 ഭാഗത്ത്, അങ്ങനെ ഇന്ന് പള്ളിക്ക് തൊടുവിൽ പോയാൽ 4 ജനാസകൾ 4 ഭാഗത്തായി മറവ് ചെയ്യാൻ കാരണം അതാണ്. മറ്റുള്ള 40 ആളുകളെ ഒരു കെട്ടിനുള്ളിലാണ് മറവ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അങ്ങനെ മുടി ഗഡൈതരിവും മസ്ജിദും ഇതുപോൽ കിടപ്പാരോ പിറകെ മുസ്ലിമുറണവായി മുതൽ പടി ദിദിയ സമയത്താരോ. അപ്പോൾ അങ്ങനെ മലപ്പുറത്ത് ശക്തമായ യുദ്ധം നടന്നു. 44 ആളുകളും ഷഹീദായി എന്ന് മാത്രമല്ല, അങ്ങനെ പള്ളി കത്തിച്ചു. അതിന് ശേഷം പാറനമ്പി പള്ളി വീണ്ടും നിർമ്മിച്ചു കൊടുത്തു. ശക്തമായ രോഗം പിടിപെട്ടത് കാരണത്താൽ അങ്ങനൊരു സംഭവം അവിടെ നടക്കുകയുണ്ടായി. ഏതായാലും 44ഓളം വരുന്ന ശുഹദാക്കൾ ഇന്ന് മലപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നാം കയറി ചെല്ലുന്ന ഭാഗത്ത് തങ്ങന്മാരുടെ മക്ബറയാണ്. അതല്ലാതെ ആ കെട്ടിൻ്റെ ഉള്ളിൽ ബേക്ക് ഭാഗത്തായി കാണുന്ന ആ കെട്ടിനുള്ളിലാണ് 40ഓളം വരുന്ന ശുഹദാക്കൾ. പിന്നെ വിവിധ ഭാഗങ്ങളിലായി 4 ആളുകൾ കിടക്കുന്നുണ്ട്. അങ്ങനെ 44ഓളം ആളുകളും അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി അവർ ഷഹീദായിരിക്കുന്നതാണ് മലപ്പുറം ശുഹദാക്കളുടെ ഐതിഹാസികമായ ചരിത്രകഥ. മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ ഇവിടെ ദുആ ചെയ്യുകയാണ്. പുറം ശുഹദാക്കളെ ഉൽമാതിരി പീരെ ഇഖ്വാങ്ങളെ
ഉശിദം ജുമുഅ നാൾ വഖത്തിൽ കണ്ണം ഓതും ഖുത്ബാക്കുൽ തമാമൽ എണ്ണം. അങ്ങനെ ബഹുമാനപ്പെട്ട കവി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മലപ്പുറം ശഹദാക്കളുടെ ഹക്ക് കൊണ്ട് നമ്മെ ഇരുവീട്ടിലും രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാനും ദുആ ചെയ്യുകയാണ്. അല്ലാഹു മലപ്പുറം ശഹദാക്കളുടെ ഹക്ക് കൊണ്ട് നമ്മെയും ഇരുവീട്ടിലും വിജയിക്കട്ടെ എന്ന് വിജയിപ്പിക്കട്ടെ അല്ലാഹു എന്ന് ദുആ ചെയ്യുകയാണ്. ഹിജറ 1441 നാട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കീഴിലായിരുന്നു പാറനമ്പി രാജ്യം ഭരിച്ചിരുന്നത്. പാറനമ്പി എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ പാലക്കാടിലെ കൊഴിഞ്ഞാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കുടിയേറിപ്പാർത്ത മഹാനുഭാവനാണ് ഈ പാറനമ്പി കൊഴിഞ്ഞാമ്പാറക്കാരനായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഷാബാൻ 9 അവിടെ ഇന്ന് മലപ്പുറത്ത് കത്തം ദുഹായും അതുപോലെ തന്നെ കത്തം ദുആയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ചെന്ന് കാണാം. എന്നാൽ അവിടെ ശക്തമായ മലപ്പുറം നേർച്ച നടന്നിരുന്നു 10-25 വർഷങ്ങൾക്ക് മുമ്പ്. ആ ഗംഭീരമായി നടത്തിയിരുന്ന പെട്ടിവരവും നേർച്ചയൊക്കെ ഉണ്ടാകുന്നു. അതായത് ലാസ്റ്റ് തട്ടാൻ്റെ പെട്ടി എന്ന് പറഞ്ഞിട്ടൊരു പെട്ടി വരും. കാരണം എന്താ, അവസാനം മലപ്പുറം വടക്ക് ഷഹീദാകാൻ വേണ്ടി പടപൊരുതാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി വന്നത് തട്ടാൻ കുട്ടിയാലുവായിരുന്നു. ആ തട്ടാൻ കുട്ടിയാലിയായി മാറി. അതുകൊണ്ട് തന്നെ മലപ്പുറം നേർച്ചയ്ക്ക് പെട്ടി വരുമ്പോൾ അവസാനത്തെ പെട്ടി തട്ടാൻ കുട്ടിയാലുവിൻ്റെ പെട്ടിയായിരുന്നു വന്നിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ഗംഭീരമായ നേർച്ചകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. അതിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കിയതാണ്. ഇപ്പോൾ സാധാരണ കത്തം ദുആയും അതുപോലെ തന്നെ യാസീനും മൗലീദുമൊക്കെ ഷാബാൻ 9-10 തീയതികളിൽ മലപ്പുറത്ത് ഗംഭീരമായി നടന്നു വരുന്നുണ്ട്. ഏതായാലും അതാണ് മലപ്പുറം ശുഹദാക്കൾ. കൊള്ളിൽ മെയ്സാദാത്താവർ ഹക്കാലും കോർവാ ഷഹീദാക്കൾ ബർക്കത്താളും നാലും ബർക്കത്താലും നാളും ഇരുതാനത്തനർത്ഥം എല്ലാം നമ്മിന്നകറ്റി കാത്താരുളയാ മഹാകവി മോയിൻകുട്ടി വൈദ്യർ ദുആ ചെയ്യുകയാണ്. നമ്മിൽ ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് നാളും ഇരുതാനത്തനർത്ഥം എല്ലാം നമ്മിന്നകത്തിക്കാത്തരുളിയ അല്ലാ, 2 ലോകത്തുള്ള അനർത്ഥങ്ങളെയും ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് കാക്കണേ എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ ദുആ ചെയ്യുകയാണ്. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞ മാപ്പിളക്കവി സമ്രാട്ട് മോയിൻകുട്ടി വൈദ്യർ ഈ മലപ്പുറം ശ്രോതാക്കളുടെ പാട്ട് കെട്ടാനുണ്ടായപ്പോൾ ഒരു സംഭവം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അതായത് മലപ്പുറം ശ്രോതാക്കളുടെ പാട്ട് കെട്ടാൻ അദ്ദേഹം അടുത്ത കാലത്ത് ജീവിച്ച ആളാണല്ലോ, 100 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഈ പാട്ടെന്ന് കെട്ടാൻ വേണ്ടിയിട്ട് പല ആളുകൾ, കാരണന്മാരും വയസ്സന്മാരായ ആളുകളൊക്കെ കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ആരൊക്കെ കുടുംബമാണ്, ഏതൊക്കെ കുടുംബമാണ്, ആരൊക്കെയാണ് പേരുകളെന്നൊക്കെ ചോദിച്ചത് കിട്ടിയ അനുസരിച്ച് മഹാകവി മോയിൻകുട്ടി വൈദ്യർ അള്ളാഹുവിൻ്റെ വലിയ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കെട്ടിയ പാട്ടുകളൊക്കെ വളരെ കരച്ചായിരിക്കും. അപ്പം മഹാനവറുകൾ ഇങ്ങനെ പാട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലരോട് ചോദിച്ചറിഞ്ഞിട്ടാണ് കെട്ടിയത്. പിന്നെ അപ്പോൾ പോക്കര് ഷഹീദ് എത്ര ആളുകളെയാണ് വധിച്ചത് എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർക്ക് അറിയണില്ല. അപ്പോൾ ഉടനെ തന്നെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഇന്ന് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെ കോട്ടപ്പടിക്ക വന്ന് അങ്ങനെ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളിയുടെ മുമ്പിൽ വന്ന് രാത്രി മഹാകവി മോയിൻകുട്ടി വൈദ്യർ എന്ത് ചെയ്തു? ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തു എന്ന് മാത്രമല്ല, പൊല്ലിവാൽ ഒരു കഥ ഇനി വരെ പുതുമ എന്നിൽ കശിന്തുള്ളതറിവിരെ പോക്കരാം ഷഹീദൂക്കർ പോർ കവിയാക്കി ഞാൻ ഇതിന്മേൽ ഇശൽ മുടി വാക്കിയ പുറമേ മനസ്സിൽ പുകയൊരു ഹലലവറികൾ ശതീതധികവും ചകമത് ഇലയനുമേ. അപ്പം മലപ്പുറം ശ്രോതാക്കളെ സംബന്ധിച്ചിട്ടുള്ള ഈ പാട്ട് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്സൻ പോക്കരാണല്ലോ അപ്പോൾ അതിൽ പ്രധാനിയായ ഹസ്സൻ പോക്കർ എത്ര ആളുകളെയാണ് വധിച്ചത് എന്ന് മഹാനായ മോയിൻകുട്ടി വൈദ്യർക്ക് എവിടുന്നും ആരും എടുക്കുന്ന ഒരു വിവരം കിട്ടിയില്ല. അപ്പോൾ പാട്ട് ബുക്കിൽ ഇനിയിപ്പോൾ എന്താ എഴുതി ചേർക്കാം? അതിൻ്റെ ശരിയായ രൂപം എഴുതി ചേർക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാവ് മഹാനായ മോയിൻകുട്ടി വൈദ്യരത പള്ളിയുടെ ഖബർസ്ഥാനിൽ അവരുടെ ആ ശുഹദാക്കളോട് അവിടെ നിന്ന് ദുആ ചെയ്തുകൊണ്ട് ശുഹദാക്കളെ സിയാറത്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ വ്യാഴാഴ്ച അവിടെ കിടന്നുറങ്ങുകയാണ്. വ്യാഴാഴ്ച രാവ് അവിടെ കിടന്നുറങ്ങിയെന്ന് മാത്രമല്ല, ആ സമയത്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നട്ടപ്പാതിരാ സമയം ഹസ്സൻ പോക്കരത സലാം പറഞ്ഞുകൊണ്ട് കിനാവിൽ സ്വപ്നത്തിൽ വരികയാണ് മഹാനായ
മോയിൻകുട്ടി വൈദ്യരുടെ അടുക്കലേക്ക് രംഗം ബഹുമാനപ്പെട്ട കവി തന്നെ വിവരിക്കട്ടെ. നിലവായിലെ ഒരു സംശയം നിന്റെ ശുദ്ധലുമിലെ ശൂശിയം നീണ്ടുപോയിരി 2 നാൾ മുനമ്പിൻ്റെ സത്യവും വിഷയവേ കണ്ടതില്ലയിലിൽ ജുമുഅ നിസ്ഫിരവിനില്ലനൈതുയിൽ അബൂബക്കർ ഷഹിദരെ കനിവതുമായി. അങ്ങനെ അസംപോക്കർ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. കിനാവ് കാണാണ് മോയിൻകുട്ടി വൈദ്യർ. സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാനേ 975 ആൾക്കാരെ കൊന്നിക്കണമെന്ന് പറഞ്ഞു. അത് സ്വപ്നം കാണുകയാണ്. ഏതായാലും സ്വപ്നം കണ്ടതല്ല, ആളെ കണ്ടതല്ല സ്വപ്നത്തിൽ. അപ്പോൾ കുറച്ച് സംശയങ്ങളോടും ചോദിക്കാന്നുള്ള നിലക്ക് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ ആളെ കാണുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തുകൊണ്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തൻ്റെ മലപ്പുറം പടപ്പാട്ടിൽ, മലപ്പുറം കിസ്സയിൽ ഇന്നലെ സ്വപ്നം കണ്ട ബഹുമാനപ്പെട്ട അസംപോക്കർ പറഞ്ഞ കണക്ക് എഴുതി വെക്കാൻ പാട്ടുപുസ്തകം എടുത്തു നോക്കിയപ്പോൾ അതിൽ 975 എന്ന് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു, എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. കണ്ട സ്വപ്നം സത്യമാണെന്നറിയിക്കാൻ. ഏതായാലും ഇങ്ങനൊരു സംഭവം എന്നിലുണ്ടായി എന്ന് മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ പറയുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ടവരുടെ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഹക്കുകൊണ്ടും മലപ്പുറം ശുഹദാക്കളുടെ ഹക്കുകൊണ്ടും നമ്മളുടെ 2 ലോകവും അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലപ്പുറം ശുഹദാക്കളുടെ ഐതിഹാസികമായ ചരിത്രകഥ 15 എപ്പിസോഡുകളിലായി ഞാനിവിടെ നിങ്ങൾക്കായി അവതരിപ്പിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സ കേട്ടതും അതുപോലെ തന്നെ എല്ലാം അല്ലാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അറടിമണ്ണിൻ്റെ ചോട്ടിലാണ്. അല്ലാഹുവർക്ക് മഅഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മലപ്പുറം കിസ്സ അഥവാ മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യരാൽ വിരചിതമായ മലപ്പുറം കിസ്സ, മലപ്പുറം പടപ്പാട്ട്, ആ ചരിത്രകഥ ഞാൻ ഇവിടെ വിരാമമിടുന്നു. ആ ചരിത്രകഥയ്ക്ക് ഞാൻ ഇവിടെ വിരാമമിടുകയാണ്. അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.